ആരോഗ്യരംഗത്ത് നമ്മൾ വലിയ പുരോഗതി കൈവരിക്കുന്നു എന്ന് പറയുമ്പോഴും അടിസ്ഥാന സൗകര്യ വികസനത്തിലെ പോരായ്മകൾ എല്ലാ കാലത്തും നമ്മുടെ മുന്നിൽ കല്ലുകടിയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ രോഗി കേടായ ലിഫ്റ്റിൽ കുടുങ്ങിയത് 2 രാത്രിയും 1 പകലുമാണ്. ഓർത്തോ വിഭാഗത്തിൽ ചികിത്സയ്ക്കെത്തിയ തിരുമല സ്വദേശി രവീന്ദ്രൻ നായർക്കാണ് ഈ ദുരവസ്ഥയുണ്ടായത്. ലിഫ്റ്റ് പകുതിയിൽ വെച്ച് നിന്ന് പോയിട്ടും അത് പരിശോധിക്കാൻ പോലും അധികൃതർ ശ്രമിക്കാതിരുന്നത് ഈ അനാസ്ഥയുടെ ആഴം എത്രത്തോളം ഉണ്ട് എന്ന് വെളിവാക്കുന്നു. ലിഫ്റ്റിനുള്ളിൽ വൈദ്യുതി നിലച്ചാൽ പോലും ആളുകൾ ഭയന്നു പോകും എന്നിരിക്കെ 2 ദിവസത്തോളമാണ് രവീന്ദ്രൻ നായർ തനിച്ച് ആ ലിഫ്റ്റിൽ കഴിച്ചുകൂട്ടിയത്. ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തതുകൊണ്ട് മാത്രം പരിഹരിക്കാവുന്നതല്ല ആരോഗ്യരംഗത്തെ ഈ അനാരോഗ്യ പ്രവണതകൾ. ന്യൂസ് ഈവനിംഗ് ഇന്ന് ഈ വിഷയം പരിശോധിക്കുകയാണ്. ഈ കുറ്റക്കാരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് OP ബ്ലോക്കിലെ രോഗി ലിഫ്റ്റിൽ കുടുങ്ങിയ സംഭവത്തിൽ 3 ജീവനക്കാർക്ക് സസ്പെൻഷൻ. 2 ലിഫ്റ്റ് ഓപ്പറേറ്റർമാർ, ഡ്യൂട്ടി സർജൻ എന്നിവർക്കെതിരെയാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. ലിഫ്റ്റിൽ കുടുങ്ങിയ രവീന്ദ്രൻ നായരെ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം സന്ദർശിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് MG പ്രതീഷ് തത്സമയം നമ്മളോടൊപ്പം ചേരുന്നു. അതിഥികളായി ന്യൂസ് ഈവനിംഗിൽ ഇന്ന് 2 പേർ എത്തുന്നുണ്ട്. ഒന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുൻ കൗൺസിലർ ശ്രീ ശ്രീകുമാറാണ്, മറ്റൊരാൾ പ്രോപ്പർ ചാനലിന്റെ ശ്രീ MK ഹരിദാസുമാണ്. ഇരുവരും ഈ വൈകുന്നേരം നമ്മളോടൊപ്പം ഈ വിഷയം ചർച്ച ചെയ്യാനുണ്ടാകും. ഞാൻ ആദ്യം പോകുന്നത് MG പ്രതീഷിലേക്കാണ്. പ്രതീഷ് നമ്മളോടൊപ്പം ചേരുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നാണ്. പ്രതീഷ്, ഇത് ഒരു രോഗിയായി എത്തിയ ആളാണ് ഈ രവീന്ദ്രൻ നായർ. 2 രാത്രിയും 1 പകലും ലിഫ്റ്റിൽ കഴിഞ്ഞു കൂടേണ്ടി വരുന്ന അവസ്ഥയുണ്ടായി. മാത്രമല്ല, ഇദ്ദേഹത്തെ കാണാനില്ല എന്ന് പറഞ്ഞ് കുടുംബം പോലീസിന് പരാതിപ്പെടുന്നു. ഇദ്ദേഹത്തിനാണെങ്കിൽ പുറം ലോകവുമായി ബന്ധപ്പെടാൻ കഴിയുന്നില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് എന്താണ് സംഭവിച്ചത്? ഇപ്പോൾ ആരോഗ്യ വകുപ്പ് നടപടി എടുത്തിട്ടുണ്ടല്ലോ, അതിൻ്റെയൊക്കെ വിശദാംശങ്ങൾ എന്താണ്? ഗോപികൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കേട്ടുകേൾവിയില്ലാത്ത ഒരു സംഭവമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നടന്നത്. ഒരു വ്യക്തി 2 ദിവസം ലിഫ്റ്റിൽ കുടുങ്ങിക്കിടക്കുന്നു. അതും ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലെ അത്രത്തോളം തിരക്കുള്ള ഒരു ആശുപത്രിയുടെ ലിഫ്റ്റിൽ കിടക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ ഞെട്ടലുണ്ടാക്കുന്ന ഒരു വാർത്തയാണ്. ശനിയാഴ്ച രാവിലെയാണ് തിരുമല സ്വദേശിയായ രവീന്ദ്രൻ നായർ ചികിത്സയ്ക്ക് വേണ്ടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തുന്നത്. രവീന്ദ്രൻ നായരുടെ ഭാര്യ ഈ മെഡിക്കൽ കോളേജിൽ തന്നെ ഒരു ജീവനക്കാരിയാണ്. ഈ ചികിത്സ കഴിഞ്ഞ് മടങ്ങും വഴിയാണ്, അതായത് ഈ ലിഫ്റ്റിലേക്ക് രവീന്ദ്രൻ നായർ പ്രവേശിക്കുന്നു. പിന്നീട് ലിഫ്റ്റിൽ കയറി ബട്ടൺ അമർത്തുന്നു. പക്ഷേ അപ്രതീക്ഷിതമായി ഈ ലിഫ്റ്റ് ബ്ലോക്ക് ആകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. പക്ഷേ പല ശ്രമങ്ങൾ രവീന്ദ്രൻ നായരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. കാരണം കയ്യിലുണ്ടായിരുന്ന ഫോൺ ഉപയോഗിച്ച് മറ്റുള്ളവരെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഈ ലിഫ്റ്റിനകത്തായതുകൊണ്ട് തന്നെ റേഞ്ച് ഉണ്ടായിരുന്നില്ല. പിന്നീട് ഈ ലിഫ്റ്റിൽ ഈ ഏതെങ്കിലും തരത്തിലൊരു അത്യാഹിത ഘട്ടം വന്നാൽ വിളിക്കാനുള്ള നമ്പർ, ഒപ്പം ഈ അലാറം സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ പ്രയോജനപ്പെടുത്തിയെങ്കിലും അത് കാര്യമായി പ്രയോജനം കണ്ടില്ല, അല്ലെങ്കിൽ ഗുണം കണ്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട ആരോപണം. ഒപ്പം അത്രത്തോളം തിരക്കുള്ള ജീവനക്കാരുള്ള ഒരു സ്ഥലത്ത് ഈ 2 ദിവസം ഒരാൾ ലിഫ്റ്റിൽ കുടുങ്ങിക്കിടന്നിട്ടും ആരും അറിഞ്ഞില്ല എന്നതും വളരെ വിചിത്രമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു നടപടി കൂടി ഈ ഘട്ടത്തിൽ എന്താണ് ഈ മെഡിക്കൽ കോളേജ് അധികൃതർ ഈ കാര്യത്തെക്കുറിച്ച് പറയുന്നത്? ഈ ലിഫ്റ്റ് ഇത് ഇടയ്ക്കിടയ്ക്ക് കേടുവരുന്ന ഒരു ലിഫ്റ്റ് ആണോ, അതോ ഇവരാരും അറിഞ്ഞില്ലേ ലിഫ്റ്റ് പ്രശ്നമാണെന്നുള്ള കാര്യം? ഇപ്പോൾ കുടുംബത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പരാതി ലിഫ്റ്റ് ആണെങ്കിൽ ആ ലിഫ്റ്റ് പ്രവർത്തിക്കില്ല, അല്ലെങ്കിൽ ആ ലിഫ്റ്റിന് തകരാറുണ്ട് എന്ന് പുറത്ത് എഴുതി വെക്കണമല്ലോ. പൊതുജനങ്ങൾക്ക് വേണ്ടിയാണല്ലോ അതുള്ളത്. തീർച്ചയായും ഗോപികൃഷ്ണൻ, കാരണം ഈ സംഭവം പുറത്തു വന്നതിന് പിന്നാലെ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് നൽകുന്ന വിശദീകരണം ഇത് പ്രവർത്തിച്ചിരുന്ന ലിഫ്റ്റ് അല്ല എന്നുള്ളൊരു വിശദീകരണം മാത്രമാണ് മെഡിക്കൽ കോളേജിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ അപ്പോഴും കുടുംബം പറയുന്ന കാര്യം ഇതിൽ ലിഫ്റ്റ് പ്രവർത്തനരഹിതമാണ് എന്നുള്ള യാതൊരു മുന്നറിയിപ്പും ഇപ്പോൾ ആ ലിഫ്റ്റിന്റെ മുന്നിൽ ഉണ്ടായിരുന്നില്ല എന്നതാണ്. ഈ രവീന്ദ്രൻ നായരുടെ മകൻ ഹരിശങ്കർ ഇപ്പോൾ 24-നോടൊപ്പം ചേരുകയാണ്. കാരണം ആ ഒരു നടന്ന ദുരനുഭവം 24-നോടൊപ്പം തന്നെ 24-നോട് പങ്കുവെക്കുകയാണ്. സത്യത്തിൽ അന്ന് എന്താണ് ഉണ്ടായത്? അച്ഛൻ ശനിയാഴ്ച രാവിലെ ഒരു 12 മണിക്ക് ലിഫ്റ്റിനകത്ത് കയറിയതാണ്. അപ്പോൾ ലിഫ്റ്റിൽ അകത്ത് കയറി ബട്ടൺ അമർത്തി ലിഫ്റ്റ് മുകളിലേക്ക് പൊങ്ങി പെട്ടെന്ന് തന്നെ താഴേക്ക് വന്ന് നിൽക്കുകയാണ് ഉണ്ടായത്. ഇതിന് ഈ 2 ഗ്രൗണ്ട് ഫ്ലോറിനും ഫസ്റ്റ് ഫ്ലോറിനും ഇടയ്ക്കിട്ട് സ്റ്റക്കായി നിൽക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇത് പ്രവർത്തിച്ച്, അതായത് ലിഫ്റ്റ് പ്രവർത്തനം അല്ലെങ്കിൽ ഇത് ഓഫ് ആയിരിക്കണം. ലിഫ്റ്റ് ഓഫായി വെക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഓഫല്ല, ഇത് പ്രവർത്തിക്കുന്ന ലിഫ്റ്റിലോട്ട് കയറിയ ആളാണ്. അപ്പോൾ അത് ഗ്രൗണ്ട് ഫ്ലോറിനും ഫസ്റ്റ് ഫ്ലോറിനും ഇടയ്ക്ക് സ്റ്റക്കായി നിൽക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അവിടെ സെക്യൂരിറ്റി ജീവനക്കാരോ അല്ലെങ്കിൽ മറ്റ് ലിഫ്റ്റ് ഓപ്പറേറ്റേഴ്സാണ് ഇത് ശ്രദ്ധിക്കേണ്ടത്. ഇത് സ്റ്റക്കായി നിൽക്കുകയാണെന്നുള്ളതാണ്. ഈ സാധാരണ ഈ ലിഫ്റ്റ് ഏതെങ്കിലും തരത്തിൽ പ്രവർത്തിക്കാതിരുന്നാൽ അവിടെ ഒരു മുന്നറിയിപ്പ് ബോർഡോ സൈൻ ബോർഡോ എന്തെങ്കിലും ഉണ്ടാവും. ഇവിടെ അങ്ങനെ ഉണ്ടായിരുന്നു?
ഇവിടെ അങ്ങനെ ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ രാവിലെ 6 മണിക്ക് ഇവിടെ ഈ കാര്യം അറിഞ്ഞ് വന്നപ്പോഴും ഞാൻ ആ ലിഫ്റ്റിൽ പോയി നോക്കിയതാണ്. അപ്പോൾ അവിടെ ബോർഡ് സാധാരണ അപ്പോഴും ആ സ്വിച്ച് എല്ലാം ഓൺ തന്നെയാണ്. ലിഫ്റ്റ് അതായത് ലൈറ്റ് കത്തുന്നുണ്ട്, ലിഫ്റ്റിൻ്റെ സ്വിച്ച് കത്തുന്നുണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ലിഫ്റ്റായി തന്നെയാണെന്ന് ഉണ്ടായിരുന്നത്. ഇനി അത് പ്രവർത്തനരഹിതമായിരുന്നു എന്ന് അറിയില്ല. പക്ഷേ ആ ഘട്ടത്തിൽ അച്ഛൻ കയറുമ്പോൾ അത് പ്രവർത്തിക്കുന്നുണ്ട് തന്നെയാണ്. അല്ലെങ്കിൽ അത് ലിഫ്റ്റ് ഓഫ് ആയിരിക്കണം. ഈ ഒ പി കൗണ്ടറിന് സമീപത്തെ ഒരു ലിഫ്റ്റ് ആണല്ലോ, അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ട് ജീവനക്കാരുണ്ടാവും, രോഗികളും കൂട്ടിരിപ്പുകാരൊക്കെ ഉണ്ടാവുന്ന ഒരു സ്ഥലത്ത് ഇത്രത്തോളം 2 ദിവസം ഒരാൾ കിടന്നിട്ടും ആരും അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഇത് ഈ ഗ്രൗണ്ട് ഫ്ലോറിനും ഫസ്റ്റ് ഫ്ലോറിനും നടുക്കുള്ള ഒരു ഭാഗത്തേക്കായിരിക്കും ലിഫ്റ്റ് നിന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതിന് ഈ ഭാഗങ്ങളിൽ നിന്ന് ഇപ്പോൾ ലിഫ്റ്റ് രണ്ടിനും ഇടയ്ക്കാണെങ്കിൽ അവിടെ ശ്രദ്ധിക്കേണ്ട സെക്യൂരിറ്റി ജീവനക്കാരാണെങ്കിലും അല്ലെങ്കിൽ ഇതിങ്ങനെ ഈ ഒരു സ്റ്റക്കായി നിൽക്കുന്നുള്ളതും മനസ്സിലാക്കേണ്ടതാണ്. അവരാരും ആ ഒരു കാര്യങ്ങൾ നോക്കിയിട്ടില്ല. അതിനുശേഷം ഈ അച്ഛനെ കാണാതായപ്പോൾ പിന്നെ പോലീസിൽ പരാതി കൊടുക്കുകയായിരുന്നു. അച്ഛനൊരു പൊതുപ്രവർത്തകനാണ്, രാഷ്ട്രീയക്കാരനാണ്. അച്ഛന് നിയമസഭ ജോലി ചെയ്യുന്നതാണ്. അപ്പോൾ ശനിയാഴ്ച ദിവസം അച്ഛൻ രാവിലെ ഇവിടെ വന്ന ശേഷം നമ്മുടെ ധാരണ എന്നുള്ള അച്ഛൻ ഹോസ്പിറ്റലിൽ വന്നു, ഡോക്ടറെ കണ്ടു, അവിടെ നിന്ന് പോയി എന്നുള്ളതാണ്. ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അപ്പോൾ അച്ഛനെ പിന്നീട് വിളിക്കാം, അച്ഛൻ മറ്റേ ഫോണിൽ നിന്ന് വിളിക്കും, ഞങ്ങളുടെ നമ്പറെല്ലാം അറിയാം. അപ്പോൾ വിളിക്കും തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അപ്പോൾ രാത്രിയായിട്ട് അച്ഛൻ വിളിക്കുന്നില്ല. അപ്പോൾ നിയമസഭയിൽ അച്ഛൻ ജോലിക്ക് എത്തിക്കാണും. പിന്നെ നൈറ്റ് ഡ്യൂട്ടി ആയിട്ടിരിക്കണം. ഞായറാഴ്ച രാവിലെ ഞങ്ങൾ പല വഴിയിൽ അന്വേഷിക്കുന്നുണ്ട്, പലരെയും വിളിച്ച് അന്വേഷിക്കുന്നുണ്ട്, പലയിടങ്ങളിൽ പോയി അന്വേഷിച്ചു. അപ്പോൾ അപ്പോഴൊന്നും അച്ഛൻ അവിടെ ഇല്ല. അപ്പോൾ സാധാരണഗതിയിൽ അച്ഛനൊരു കാഷ്വാലിറ്റി എന്തെങ്കിലും വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അച്ഛൻ്റെ കയ്യിൽ ബാഗിൽ ഫോൺ നമ്പറും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ആരെങ്കിലും വിളിച്ചു പറയണം. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വന്നില്ല. അങ്ങനെ രാത്രി ഞങ്ങൾ ഒരു 11 മണിയായപ്പോഴത്തേക്ക് മെഡിക്കൽ കോളേജ് സ്റ്റേഷനിൽ പോയി പരാതി നൽകി. അച്ഛൻ മിസ്സിംഗ് ആണെന്നുള്ള രീതിയിൽ പരാതി നൽകി. അപ്പോൾ തന്നെ അവരവിടെ നിന്ന് സൈബർ സെല്ല് വഴി അച്ഛൻ ലൊക്കേഷൻ നോക്കാൻ വേണ്ടി ശ്രമിച്ചു. ലൊക്കേഷൻ ആ സമയത്ത് കിട്ടിയിട്ടില്ല. അത് തുടർന്ന് അവർ പറഞ്ഞു നാളെ രാവിലെ തന്നെ നമുക്ക് ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്യാം, സൈബർ സെല്ല് വഴി അന്വേഷിക്കാം, ആൾ എവിടെയുണ്ടെന്ന് നോക്കാമെന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലെ രാത്രി 11 മണിക്ക് ഞങ്ങൾ പരാതി മെഡിക്കൽ കോളേജ് സ്റ്റേഷനിൽ കൊടുത്തതാണ്. ഇന്ന് രാവിലെ 6 മണിക്ക് അച്ഛൻ തുറക്കുന്ന സമയത്ത് അച്ഛൻ്റെ കണ്ടീഷൻ കുറച്ച് മോശമായിരുന്നു. ഇപ്പം മെച്ചപ്പെട്ട് വരിക തന്നെയാണ്. ഇന്ന് രാവിലെ ഇപ്പം ഈ ലിഫ്റ്റിൽ ഉണ്ടായിരുന്നു എന്ന് ആരാ വിളിച്ചറിയിക്കുന്നത്, എങ്ങനെയാണ് അറിയുന്നത്? മറ്റൊരു ജീവനക്കാരൻ ഈ ലിഫ്റ്റ് വഴി പോയപ്പോൾ അയാൾ ആക്ച്വലി അവിടെ കൺസേൺ ആയിട്ടുള്ള പേഴ്സൺ അല്ല, ആ ലിഫ്റ്റ് ഓപ്പറേറ്ററാണ്. പക്ഷേ പുള്ളി അത് നോക്കിയപ്പോൾ ഈ ലിഫ്റ്റ് സ്റ്റക്കായി നിൽക്കുകയാണ്. സോ ആ സാഹചര്യത്തിൽ പുള്ളിക്ക് തോന്നിയത് ചിലപ്പോൾ ഇത് പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി. ആ സാഹചര്യത്തിൽ പുള്ളി തുറന്നു നോക്കുകയും ചെയ്തു. അപ്പോൾ ഒരുപക്ഷെ അയാൾ നോക്കിയിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഇന്ന് ആ ലിഫ്റ്റ് അതുപോലെ കിടക്കണം എന്നുള്ള രീതിയിലായിരുന്നെങ്കിൽ ഇന്നും ആ വ്യക്തി അതിനകത്ത് തന്നെ കിടന്നിരുന്നേനെ. അപ്പോൾ ആ വ്യക്തി ഞങ്ങൾ നന്ദി പറയാണ്. ആ വ്യക്തിക്ക് തോന്നി എന്തോ ഭാഗ്യം കൊണ്ട് അയാൾ തുറന്നു നോക്കിയ സമയത്ത് അച്ഛനതിന് ഇപ്പോൾ ഈ കാര്യത്തിൽ അവർ ആർക്കൊക്കെയാണ് പരാതിപ്പെട്ടിരിക്കുന്നത്? ഇപ്പൊ 3 ജീവനക്കാർക്കെതിരെ നടപടി ഉണ്ടായിട്ടുണ്ട്. ഹരിശങ്കർ, ഇത് ആർക്കെങ്കിലും പരാതിപ്പെട്ടിട്ടുണ്ടോ? അവർ ഈ വിഷയത്തിൽ ഇനി എന്ത് തുടർ നടപടികൾ സ്വീകരിക്കാനാണ് അവർ ആലോചിക്കുന്നത്? ആളുകൾ അവിടെ ഉണ്ടായിരുന്നു, അങ്ങനെ എന്തെങ്കിലും പരാതികൾ കൊടുത്തിട്ടുണ്ടോ? മിസ്സിംഗ് ആയപ്പോൾ ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. അതേ തുടർന്ന് ഇവിടെ സൂപ്രണ്ടാണെങ്കിലും മറ്റ് രാഷ്ട്രീയ പാർട്ടിയിലെ ആൾക്കാരാണ് വന്ന് അന്വേഷിച്ചിട്ട് അച്ഛനെ വന്ന് കണ്ടിട്ടുണ്ട്. അവർ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. ഞങ്ങൾ പരാതിയായിട്ട് നൽകിയിട്ടില്ല. ഞങ്ങൾ ഇതിൻ്റെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലെ ആൾക്കാരാണെങ്കിലും ഇവിടെ സൂപ്രണ്ടാണെങ്കിലും വന്ന് കണ്ട് കാര്യങ്ങൾ അന്വേഷിക്കുമെന്നും ഇതിനകത്ത് നടപടി എടുക്കുമെന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. സൂപ്രണ്ട് തന്നെ പറയുന്ന ഒരു വിശദീകരണം ഇത് പ്രവർത്തിക്കാത്ത അല്ലെങ്കിൽ ആരും ഉപയോഗിക്കാത്ത ഒരു ലിഫ്റ്റ് ആയിരുന്നു എന്നാണ്. പക്ഷേ അങ്ങനെയെങ്കിൽ ആ ലിഫ്റ്റിൽ കൃത്യമായ അത്തരത്തിലൊരു എഴുതി വെക്കണം, അത് ഒരു വീഴ്ച തന്നെയല്ലേ? ഞാൻ പറഞ്ഞില്ല, അച്ഛന് പൊതുപ്രവർത്തകനാണ്, അച്ഛന് നല്ല രീതിയിൽ അത് അറിയാം. അപ്പോൾ ലിഫ്റ്റ് നമ്മൾ ക്ലോസ് ചെയ്ത് വെക്കാം. നമ്മൾ ലിഫ്റ്റ് ഓപ്പറേറ്റിംഗ് കംപ്ലൈൻ്റ് ആണെങ്കിൽ അത് ഒരാൾക്ക് ഉപയോഗിക്കാത്ത രീതിയിൽ ക്ലോസ് ചെയ്ത് വെക്കാം. ഇത് അങ്ങനെ വന്നിട്ടില്ല. അങ്ങനെ വെച്ചിട്ടുണ്ട് ഒരിക്കലും ഒരാൾ അതിൽ കയറില്ല. ഇത് ഓപ്പറേറ്റിംഗ് ആണെന്നുള്ളത് കൊണ്ടും ഇത് വർക്കിംഗ് ആയിട്ടാണ് അതിനകത്ത്, വർക്കിംഗ് സിറ്റുവേഷനിലാണ് അതിനകത്ത് കയറിയ സമയത്താണ് ഇത് കംപ്ലൈൻറ്റ് വരുന്നത്. അതുവരെയും അത് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് തന്നെയാണ്. അപ്പോൾ ആ ലിഫ്റ്റ് പ്രവർത്തിക്കുന്നില്ല എന്നുള്ള ഒരു തരത്തിലുള്ള ബോർഡും അവിടെ വെച്ചിട്ടില്ല. ഞാനും രാവിലെ 6 മണിക്ക് ഞാൻ അവിടെ ലിഫ്റ്റ് പോയി നോക്കിയതാണ്, അപ്പോഴും അവിടെ വെച്ചിട്ടില്ല. ഇനി ലിഫ്റ്റിൽ യാതൊരു സജ്ജീകരണം ഉണ്ടായിരുന്നില്ല. അതിനകത്ത് റേഞ്ച് കിട്ടില്ല എന്നുള്ള രാത്രിയും ഒരു പകലുമാണ് ഈ അദ്ദേഹത്തിന് ആ ലിഫ്റ്റിൽ കുടുങ്ങിക്കിടന്നത്. ഇപ്പോൾ പുറത്ത് വന്ന ശേഷം എന്തൊക്കെ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു മകനോട്? മറ്റ് ജീവനക്കാരോ അത് സ്റ്റക്കായി നിന്ന് അറ്റ്ലീസ്റ്റ് ആ ഒരു യന്ത്രം തകരാറിലായി നിൽക്കുന്ന സാഹചര്യത്തിൽ അത് പരിശോധിച്ച് ശരിയാക്കാൻ പോലും മുന്നോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പോൾ 2 രാത്രിയും 2 പകലുമാണ് അച്ഛൻ ഈ ലിഫ്റ്റിൽ കിടന്നത്. ഇപ്പോൾ ഇതിന് ശേഷം പുറത്തേക്ക് വരുമ്പോൾ അച്ഛൻ്റെ ഒരു കണ്ടീഷൻ എങ്ങനെയാണ്? അച്ഛൻ എന്താണ് പറഞ്ഞത് ആ കഴിഞ്ഞ 2 ദിവസത്തെക്കുറിച്ച്? അച്ഛൻ കുറച്ച് പാനിക്കായ സിറ്റുവേഷനിലായിരുന്നു. അതിനുശേഷം അച്ഛൻ ഇപ്പോൾ നോർമലായി വരുന്നു. അച്ഛൻ ആ ഒരു സിറ്റുവേഷനിൽ നിന്നിപ്പോൾ കാര്യങ്ങൾ അച്ഛൻ പറയുന്ന ഒരു കാര്യമേ ഉള്ളൂ, ഈ ഒരു സാഹചര്യത്തിൽ വേറൊരു വ്യക്തി ആയിരുന്നുണ്ടെങ്കിൽ, കാരണം 42 മണിക്കൂറോളം അതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇത്തിരി പ്രായമുള്ള ഒരാളോ അല്ലെങ്കിൽ മറ്റ് ഹൃദയ സംബന്ധമായോ മറ്റ് അസുഖങ്ങളുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ സിറ്റുവേഷൻ തരണം ചെയ്ത് വരിക എന്നുള്ളത് ചിലപ്പോൾ ഇങ്ങനെ ആയിരുന്നിരിക്കില്ല. ആ സിറ്റുവേഷൻ അച്ഛന് ചെറിയൊരു സ്പേസ്, ഈ ലിഫ്റ്റിനിടയിൽ ചെറിയൊരു സ്പേസ്, കുറച്ച് എയർ വരുന്നുണ്ടായിരുന്നു. ആ ഭാഗത്തോട് ചേർന്ന് കിടന്നാണ് അച്ഛൻ ആക്ച്വലി എയർ കിട്ടിയത്. അതുകൊണ്ട് അച്ഛനിപ്പോൾ നമുക്ക് പറയാനായിട്ട് കിട്ടി.
ഗോപികൃഷ്ണൻ രവീന്ദ്രൻ നായരുടെ മകൻ സൂചിപ്പിച്ചതുപോലെ, കാരണം ഈ മറ്റൊരാളായിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു സർവൈവൽ ഉണ്ടാകുമോ എന്നതുപോലും സംശയമായിരുന്നു. കാരണം അത്രത്തോളം ഒരു പാനിക് സിറ്റുവേഷനാണ് 2 പകലും 2 രാത്രിയും ഒരു ലിഫ്റ്റിനുള്ളിൽ കഴിച്ചുകൂട്ടുക എന്ന് പറയുന്നത്. ഒപ്പം ഈ പ്രായം ആയ ഒരു വ്യക്തി കൂടിയാണ്. പക്ഷേ എന്തായാലും ഒരു ആശ്വാസകരമായ ഒരു കാര്യമെന്ന് പറയാൻ കഴിയുന്നത് ഇപ്പോൾ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല. അതാണ് പ്രതീക്ഷ പറഞ്ഞതുപോലെ തന്നെ രവീന്ദ്രൻ നായർക്ക് 2 രാത്രികളും ഒരു പകലുമാണ് ലിഫ്റ്റിൽ കുടുങ്ങിക്കിടക്കേണ്ടി വന്നത്. പക്ഷേ ഈ ലിഫ്റ്റ് തുറന്ന് വന്നപ്പോൾ അദ്ദേഹത്തിന് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയിൽ വലിയ പ്രശ്നങ്ങളില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് ഏതായാലും ആശ്വാസകരമായ ഒന്നാണ്. ഔദ്യോഗികമായ പരാതികളൊന്നും കൊടുത്തിട്ടില്ല എന്നാണ് രവീന്ദ്രൻ നായരുടെ മകൻ ഹരിശങ്കർ ഇപ്പോൾ പറഞ്ഞത്. പക്ഷേ ഇത് ജീവനക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായ അനാസ്ഥയാണ് എന്ന് മകൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കാരണം പ്രവർത്തനക്ഷമമല്ലാത്ത ലിഫ്റ്റ് ആയിരുന്നു അതെങ്കിൽ, അത് ഓപ്പറേറ്റ് ചെയ്യപ്പെടാവുന്നതല്ലെങ്കിൽ അതവിടെ എഴുതി വെക്കണമായിരുന്നു. കാരണം സാധാരണ രോഗികൾ വന്ന് കയറുന്ന ഒ പിക്ക് അടുത്തുള്ള ലിഫ്റ്റാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും രോഗികൾ കയറുന്നതാണ്. അപ്പോൾ ഇതൊരു ഗുരുതരമായ അനാസ്ഥ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ OP ബ്ലോക്കിൽ രോഗി ലിഫ്റ്റിൽ കുടുങ്ങിയ സംഭവം, ഇതുപോലെയുള്ള സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങളിൽ ഒരു അനാസ്ഥ സംഭവിക്കുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജ് പോലെ സാധാരണക്കാരായ ധാരാളം രോഗികൾ വന്നെത്തുന്ന ഇടങ്ങളിൽ എന്തുകൊണ്ടാണ് ഈ അശ്രദ്ധയുണ്ടാകുന്നത് എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ വൈകുന്നേരം നമ്മളോടൊപ്പം ഉള്ളത് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ മുൻ കൗൺസിലർ ശ്രീ ശ്രീകുമാറാണ്. ഒപ്പം തന്നെ പ്രോപ്പർ ചാനലിലെ ശ്രീ MK ഹരിദാസും നമ്മളോടൊപ്പം ചേരുന്നു. ശ്രീ ശ്രീകുമാർ, ഇതിനകത്ത് ഇപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാകുമ്പോൾ ആരുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായെന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? ഞാൻ 2010 മുതൽ അവിടെ ഒരു ജനപ്രതിനിധിയായി പ്രവർത്തിക്കുന്നതാണ്. അതിനു മുമ്പ് 10 വർഷം പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുമ്പോഴും ആശുപത്രിയെക്കുറിച്ച് നന്നായി കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ 2010 മുതൽ അതിന് മുമ്പ് 10 വർഷം 25 വർഷമായി ആശുപത്രിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. പക്ഷേ ഒരിക്കൽ പോലും ഞാൻ ഈ ലിഫ്റ്റിൽ കയറാൻ തയ്യാറായില്ല. കാര്യം എനിക്കിത് മുമ്പ് 1-2 അപകടങ്ങൾ ഇങ്ങനെ പറ്റിയതായിട്ട് എനിക്ക് നേരിട്ട് അറിയാം. പല ആൾക്കാരും ലിഫ്റ്റിൽ കുടുങ്ങിപ്പോയി മണിക്കൂറുകൾക്കകം തിരിച്ചു എടുക്കാൻ പറ്റിയ സാഹചര്യമുണ്ട്. പക്ഷേ ഈ OPയിലെ ലിഫ്റ്റ് തകരാറിലായിരുന്നു എന്ന് സൂപ്രണ്ട് പറയുന്നത് പച്ചക്കള്ളമാണ്. പ്രത്യേകിച്ചും ഇത് ഓർത്തോ OPയിലേക്ക് വരുന്നതിന് വേണ്ടിയുള്ള, രോഗികളെ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ലിഫ്റ്റാണ്. ട്രോളി ഉൾപ്പെടെ കയറ്റിക്കൊണ്ടുവന്ന് രോഗികളെ ഓർത്തോ OPയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ലിഫ്റ്റാണ്. ആ ലിഫ്റ്റ് എല്ലാ ദിവസവും പ്രവർത്തിച്ചു കൊണ്ടിരുന്നതാണ്. അപ്പോൾ പ്രവർത്തനരഹിതമായിരുന്നു എന്ന് പറഞ്ഞ് ആദ്യം തന്നെ സൂപ്രണ്ട് ഒരു പച്ചക്കള്ളം സമൂഹത്തോട് പറയുകയാണ്. പുള്ളി യഥാർത്ഥത്തിൽ ഒരു സൂപ്രണ്ട് അവിടെ നിലവിലുണ്ട് എന്നുള്ള അവസ്ഥ തന്നെ ഇല്ലാത്തൊരു കാര്യമാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി നടന്നുകൊണ്ടിരിക്കുക. കഴിഞ്ഞ 3 മാസക്കാലമായിട്ടാണ് പുതിയൊരു സൂപ്രണ്ട് ചാർജ് എടുത്തത്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഉത്തരവാദിത്തം പൂർണ്ണമായി സൂപ്രണ്ട് ഏറ്റെടുക്കണം എന്നുള്ളത്. അല്ലാതെ 2 ജീവനക്കാരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഒരു സാർജന്റിൻ്റെയും തലയിൽ കെട്ടിവെച്ചുകൊണ്ട് ഇതിന്ന് കൈ കഴുകുവാനുള്ള സൂപ്രണ്ടിൻ്റെ പരിപാടിയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. യഥാർത്ഥത്തിൽ സൂപ്രണ്ട് അദ്ദേഹത്തിൻ്റെ ഓഫീസിൻ്റെ തൊട്ട് സമീപത്താണ് ഈ 2 ലിഫ്റ്റുകൾ പ്രവർത്തിക്കുന്നത്. നമുക്കറിയാം OP ബ്ലോക്കിൽ മൊത്തത്തിൽ 4 ലിഫ്റ്റാണുള്ളത്. 2 എണ്ണം ജീവനക്കാർക്ക് സഞ്ചരിക്കുവാനുള്ള ചെറിയ ലിഫ്റ്റും 2 എണ്ണം സർജറി മെഡിസിൻ OPയിലേക്കും ഓർത്തോ കാർഡിയോളജി വിഭാഗത്തിലേക്കും വരുന്ന ലിഫ്റ്റുകളാണ്. ഈ ഓർത്തോയിലേക്കും കാർഡിയോളജിയിലേക്കും വരുന്ന പ്രധാനപ്പെട്ട ലിഫ്റ്റാണ് ഇപ്പോൾ തകരാറിലായിപ്പോയത്. അപ്പോൾ ഇതിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്ന, അന്ന് ശനിയാഴ്ച 11-12 മണിയോടുകൂടി തകരാറിലായിട്ടും അതിനുശേഷം എത്രയോ രോഗികൾ ഈ ഓർത്തോയിൽ എന്ന് പറയുമ്പോൾ കാലൊടിഞ്ഞിട്ട് സ്ട്രെച്ചറിൽ കിടന്നുകൊണ്ട് വരുന്നത്, നട്ടലിന് ഒടിവ് പറ്റി അങ്ങനെയുള്ള രോഗികൾ വരുന്ന ലിഫ്റ്റാണ്. ആ ലിഫ്റ്റിൽ അതുപോലെ തന്നെ കാർഡിയോളജി വിഭാഗത്തിൻ്റെയും കാർഡിയോളജിയിലെ പ്രശ്നങ്ങൾ കൊണ്ട് വരുന്ന രോഗി. അപ്പോൾ ഇവർക്ക് ഈ പടി ഇറങ്ങി വരുന്നത് സാധ്യമായ കാര്യമില്ല. അപ്പോൾ ആ ലിഫ്റ്റ് അന്ന് സ്റ്റക്കായി ഇരുന്നിട്ട് പോലും അവിടുത്തെ ജീവനക്കാർ അത് മനസ്സിലാക്കിയില്ല എന്ന് പറയുന്നതാണ്. ഇത് ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആകെ 21 ലിഫ്റ്റുകളുണ്ട്. അതിൽ സൂപ്പർ സ്പെഷ്യാലിറ്റിയിലും മൾട്ടി സ്പെഷ്യാലിറ്റിയിലും അത് പ്രവർത്തിപ്പിക്കുന്നത് സ്വകാര്യ ഏജൻസിയാണ്. അവിടെ സമയാസമയം സർവീസും കാര്യങ്ങളും നടത്തുന്നതുകൊണ്ട് പ്രശ്നങ്ങൾ വരാറില്ല. മറ്റ് സ്ഥലങ്ങളിലൊന്നും തന്നെ ഈ ലിഫ്റ്റ് ക്രമീകരിക്കുന്നതിനുള്ള ജീവനക്കാരുണ്ടായില്ല.
എല്ലാ ലിഫ്റ്റുകളിലും ആൾക്കാരെ നിയമിച്ചിട്ടുണ്ട്. പക്ഷേ ഇവരാരും ഈ ഡ്യൂട്ടി ചെയ്യുന്നതായിട്ട് ഞങ്ങളുടെ അറിവിൽ കാണാൻ പറ്റുന്നില്ല. പ്രത്യേകിച്ചും ഒരു 2 സ്ഥലങ്ങളിൽ ഡ്യൂട്ടിക്ക് ലിഫ്റ്റ് ഓപ്പറേറ്റർമാരുണ്ടാവും. ഒന്ന് കാഷ്വാലിറ്റിയിലും ഒന്ന് മെയിൻ എൻട്രൻസിൻ്റെ ലിഫ്റ്റിലും. ഈ 2 ലിഫ്റ്റ് ഒഴിച്ച് ബാക്കി 10-18 ലിഫ്റ്റുകളിലും ജീവനക്കാർ യഥാസമയം വന്ന് ജോലി ചെയ്യുന്നില്ല എന്നുള്ളതാണ്. പിന്നെ മറ്റൊന്ന് പറയാനുള്ള സൂപ്രണ്ട് പറഞ്ഞത് ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ സൂപ്രണ്ടിന്, അത് മാത്രമല്ല സൂപ്രണ്ടിന്റെ ഓഫീസിന്റെ തൊട്ട് അപ്പുറത്താണ് ഈ സംഭവം നടക്കുന്നത്. സൂപ്രണ്ടിന്റെ ഓഫീസിലേക്ക് പോകാൻ ഉപയോഗിക്കാൻ പറ്റുന്ന താങ്കൾ പറയുന്നത് ഈ ലിഫ്റ്റ് ആ സമയത്ത് കേടായിരുന്നു, ലിഫ്റ്റ് പ്രവർത്തനക്ഷമമായിരുന്നില്ല എന്നത് സൂപ്രണ്ട് പറയുന്ന ഒരു പച്ചക്കള്ളമാണ് എന്നാണല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ ലിഫ്റ്റ് കുടുങ്ങിയത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു മെയിൻ്റനൻസ് ഇല്ലാത്തത് കൊണ്ട് സംഭവിച്ച അപകടം എന്നാണോ? ഇനി അഥവാ അങ്ങനെയാണെങ്കിലും അവിടെ സാധാരണ ആളുകൾ വരേണ്ട തിരക്കുള്ള ഒരു സ്ഥലമാണ് ഓർത്തോ OP എന്ന് പറയുന്നത്. അവിടെ രോഗികൾ വരും, അവിടെ താഴെ തന്നെ ആളുകൾ ഇരിക്കുന്നുണ്ട്, സെക്യൂരിറ്റി ഉണ്ടാകും. അപ്പോൾ ഇവരാരെങ്കിലും ഒരാൾ അറിയില്ലേ ഈ ലിഫ്റ്റ് അവിടെ കുടുങ്ങിക്കിടക്കുന്നത്? അല്ല, ഈ ലിഫ്റ്റ് 1-2 നിലകളിൽ കാർഡിയോളജിയും ഓർത്തോയും ആണ് പ്രവർത്തിക്കുന്നത്. ഈ ലിഫ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന കാർഡിയോളജി വിഭാഗത്തിലെ ഓർത്തോയിലെ അവർക്ക് നടന്ന് സ്റ്റെപ്പ് കയറി പോകാൻ പറ്റാത്തവരാണ്. പക്ഷേ ഈ ശനിയാഴ്ച 12 മണിക്ക് ലിഫ്റ്റ് ഇങ്ങനെ നിന്ന് പോയിട്ട് പോലും ഇത്രയും അധികം രോഗികൾ എങ്ങനെ ഈ സ്റ്റെപ്പ് കയറി പോവുകയും വരികയും ചെയ്തു എന്നുള്ളതൊരു വലിയ അത്ഭുതമാണ്. കാര്യം ഈ കാലൊടിഞ്ഞും നട്ടലിന് ഒടിവ് പറ്റും സ്ട്രെച്ചറിൽ കൊണ്ടുപോകേണ്ട ആൾക്കാരാണ്. അപ്പോൾ അവിടെ മറ്റ് ഈ സർജറി ഡിപ്പാർട്ട്മെൻറ്റ് OPയിലെയും മെഡിസിനിലെയും ഒരു ലിഫ്റ്റ് അങ്ങേ അറ്റത്തുള്ളൂ. എനിക്ക് തോന്നുന്നു മറ്റ് ഈ രോഗികൾ മുഴുവൻ അതിനെ ആശ്രയിച്ചു പോയി. എന്നാൽ പോലും എല്ലാ ലിഫ്റ്റുകളിലും ലിഫ്റ്റ് ഓപ്പറേറ്റർമാരുണ്ട്. ഇത് 8 മണിക്ക് തുടങ്ങി 3 മണിക്ക് അവസാനിക്കുമെന്നാണ് OP. ചില OPകൾ 5 മണി വരെ ഉണ്ട്. എന്ത് തന്നെയായാലും 6 മണിക്ക് ഈ ലിഫ്റ്റുകൾ പൂട്ടി സാർജന്റ് വന്ന് പരിശോധിച്ച് ഇത് സെക്യൂരിറ്റി ഓഫീസിൽ ഇതിന്റെ താക്കോൽ ഏൽപ്പിക്കണം എന്നുള്ളതാണ് നിയമം. ഇവിടെ ഒരാളും തന്നെ ജോലിക്ക് വരാത്തത് കൊണ്ട് ഇത് ഓപ്പൺ ചെയ്യുന്നില്ല. ഞാൻ ഇനി വരാം. ശ്രീ MK ഹരിദാസ്, ഞാൻ ശ്രീ MK ഹരിദാസിലേക്ക് പോയ ശേഷം വരാം. ശ്രീ MK ഹരിദാസ്, ഇപ്പോൾ നമ്മുടെ ഈ സർക്കാർ ആശുപത്രികളെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളിലൊക്കെ വലിയ മാറ്റങ്ങൾ ഈ കഴിഞ്ഞ കുറേ കാലമായിട്ട് വന്നിട്ടുണ്ട്. അത് ശരിയാണ്. കാരണം ചികിത്സയുടെ കാര്യത്തിലും ആയാലും ശരി, അതുപോലെ തന്നെ രോഗികളുടെ പരിചരണത്തിൻ്റെ കാര്യത്തിലായാലും അതിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിലായാലൊക്കെ നമ്മുടെ സർക്കാർ ആശുപത്രികളുടെ നില വളരെയധികം മെച്ചപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ മെഡിക്കൽ കോളേജുകളിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഇതിനു മുൻപ് പലയിടങ്ങളിൽ കണ്ട വാർത്ത, ഇപ്പോൾ ഈ സ്ട്രക്ചർ കൊണ്ടുപോകാനുള്ള സൗകര്യമുള്ള ലിഫ്റ്റുകളില്ല, അല്ലെങ്കിൽ അതിന് വേണ്ട സ്ലോപ്പില്ല, ഇതുപോലെ ലിഫ്റ്റ് പ്രവർത്തനക്ഷമമല്ലാതിരിക്കുക. ഇതൊരു രോഗി ഒരു 10-48 മണിക്കൂർ ലിഫ്റ്റിനകത്ത് കുടുങ്ങിയിട്ട് ഒരു ഒറ്റ കുഞ്ഞു പോലും അറിഞ്ഞില്ല തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? നമ്മുടെ ജീവിത ചുറ്റുപാടുകൾ എത്രത്തോളം മോശമായ അവസ്ഥയിലാണെന്ന് നോക്കൂ ഗോപികൃഷ്ണൻ. നമ്മൾ ഇവർ ആവശ്യപ്പെടുന്ന എല്ലാ നികുതി പണവും കൊടുക്കുന്ന നികുതിദായകർക്ക് പ്രാഥമികമായി ഒരുക്കേണ്ട സൗകര്യങ്ങളുടെ കാര്യത്തിൽ പോലും ഇവർ അങ്ങേയറ്റം പരാജയമാണ് നമ്മളെ ഭരിക്കുന്ന സർക്കാർ. ഞാനപ്പോൾ ഈ സർക്കാരിലേക്ക് മാത്രമായിട്ടൊന്നും ചുരുക്കുന്നില്ല കേട്ടോ. ഏത് സർക്കാർ ഭരിച്ചു കഴിഞ്ഞാലുമുള്ള ഇത്രയും ദയനീയമായ സ്ഥിതി, അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ പോലും നമുക്ക് ഇവരൊന്നും ചെയ്തു തരുന്നില്ല. ഇപ്പൊ ജോയിയുടെ വിഷയം നമുക്കൊരു കണ്ണീർ കഥയായിട്ട് നാളെ ഈ സമയമാകുമ്പോഴേക്കും നമുക്കത് മാറും. നമ്മൾ ജോയിയെ മറക്കും. നമുക്കൊരു അടുത്ത വിഷയം നിങ്ങൾ മാധ്യമങ്ങൾക്ക് കിട്ടുന്നതോടുകൂടി നമ്മൾ അതിന്റെ പുറകിലാവും. പക്ഷെ ജോയിക്കുണ്ടായ ദുരന്തമായാലും അധികൃതരുടെ അനധികൃതമായിട്ടുള്ള അവരുടെ അനാസ്ഥയുടെ ബലത്തിന്റെ ഒരു ഏരിയയാണ് ജോയി എന്ന് പറയുന്നത് പോലെ തന്നെ ഈ പാവം മനുഷ്യനും അങ്ങനെ തന്നെയാണ്. 988 ഞാൻ മസ്കറ്റിലായിരുന്ന സമയത്ത് 3 മണിക്കൂർ ലിഫ്റ്റിൽ കുടുങ്ങിയിട്ടുള്ള ആളാണ് ഞാൻ. അത് ആശുപത്രിയുടെയും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. കാരണം അത് മാത്രമല്ല, അത് 88 നടന്ന സംഭവമാണ്. അന്ന് നമ്മുടെ ആധുനികത ഇത്രയൊന്നും വളർന്നിട്ടുള്ള കാലഘട്ടമല്ല. അപ്പോ അവിടെ ഞാനൊരു 3 മണിക്കൂർ ലിഫ്റ്റിൽ കുടുങ്ങി. 1 മണിക്കൂർ കൂടി കഴിഞ്ഞിട്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഗോപികൃഷ്ണൻ എന്ന് പറയുന്ന മനുഷ്യനെ പരിചയപ്പെടാനും ഈ ചർച്ചയിൽ പങ്കെടുക്കാനും ഞാൻ ഉണ്ടാകുമായിരുന്നില്ല. കാരണം അവസ്ഥ അത്രയും പരിതാപകരമായിട്ടുള്ള അവസ്ഥയായി. ഈ 2 രാത്രി ഈ ഒരു പകലും കുടുങ്ങി ഈ മനുഷ്യന്റെ കഥ ഇന്ന് രാവിലെ കേട്ടപ്പോ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ കയ്യും കാലും മറച്ചു. എങ്ങനെയാണ് അദ്ദേഹം പിടിച്ചു നിന്നത്? അങ്ങേയറ്റം നമ്മൾ പറയില്ലേ, നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ള അവസ്ഥ നമ്മുടെ മനുഷ്യരിൽ എല്ലാവർക്കും ഇല്ല. ആ അവസ്ഥ വളരെയധികം കൂടുതലുള്ള ഒരു വ്യക്തിയാണ് ഈ മനുഷ്യൻ എന്നുള്ള കാര്യത്തിലും അദ്ദേഹത്തിന്റെ ആയുസ് രക്ഷപ്പെട്ടതിന് നമുക്ക് പ്രകൃതിയോട് നന്ദി പറയണം. നമ്മുടെ മെഡിക്കൽ കോളേജുകളുടെ ചുറ്റുപാട് അങ്ങേയറ്റം മോശമല്ലേ ഗോപികൃഷ്ണൻ? ഞാൻ വിഷയത്തിൽ നിന്ന് വ്യതിചരിക്കുകയല്ല. വിരൽ ഓപ്പറേഷൻ ചെയ്യാൻ പോയ കുട്ടിയുടെ നാക്ക് ഓപ്പറേഷൻ ചെയ്യുന്നു, നാക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പോയ കുട്ടിയുടെ ചെവി ഓപ്പറേഷൻ ചെയ്യുന്നു, കത്രിക മറന്നു വെക്കുന്നു,
മറ്റേ ICU-വിൽ ഓപ്പറേഷൻ ICU-വിൽ വെച്ചിട്ട് ഒരു സ്ത്രീ പീഡിപ്പിക്കപ്പെടുന്നു. അപ്പൊ നമ്മുടെ ആരോഗ്യ രംഗത്ത് അങ്ങേയറ്റം പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജുകൾക്ക് ഒരു ചികിത്സ അനിവാര്യമായിട്ടുണ്ട് എന്നുള്ളതിന്റെ ഉദാഹരണമാണിത്. എനിക്കിന്ന് കിട്ടിയ വിവരം, എനിക്ക് എല്ലാ സ്ഥലത്തും ഞങ്ങളെ പോലുള്ള സാമൂഹ്യ പ്രവർത്തകരുടെ ഒരു ലിങ്ക് ഉള്ളത് കൊണ്ട് പറയണം, അല്ലാണ്ട് ഡിക്റ്റേറ്റീവ് കളിച്ചിട്ടൊന്നുമല്ല. ഈ ലിഫ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് 3 മാസം മുമ്പ് മെയിൻ്റനൻസ് ചെയ്യേണ്ട ഒരു ലിഫ്റ്റാണ് ഇപ്പൊ ഇന്ന് ഈ ഓപ്പറേഷൻ ഇത് കുടുങ്ങിക്കിടന്നു എന്ന് പറയുന്ന ലിഫ്റ്റ്. എന്തുകൊണ്ട് ആ ലിഫ്റ്റ് കൃത്യമായിട്ട് മെയിൻ്റനൻസ് ചെയ്തിട്ടില്ല എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മെയിൻ്റനൻസ് കരാർ ഏറ്റെടുത്തിട്ടുള്ള കമ്പനിക്ക് കൃത്യമായിട്ടുള്ള പണം കൊടുക്കാത്തതിന്റെ പേരിൽ അവര് മെയിൻ്റനൻസിന് വന്നിട്ടില്ല. എന്നിട്ടും ആ ലിഫ്റ്റ് 3 മാസം ഈ നിൽക്കുന്നത് വരെ, ഇപ്പൊ ഇത്തരത്തിലൊരു കുടുങ്ങിക്കിടക്കുന്നത് വരെ ഓടി എന്നുള്ളതിന് നമ്മൾ പ്രകൃതിയോട് നന്ദി പറയുക എന്നുള്ളതല്ലാണ്ട് ഒന്നും പറയാനില്ല. അപ്പൊ ഇത് ചെന്ന് നിൽക്കുന്നതും സാമ്പത്തിക ദാരിദ്ര്യം എന്ന് പറയുന്ന ഒരു വിഷയത്തിലേക്ക് ആവുമ്പോൾ ഇത്തരം കാര്യങ്ങളിൽ സാമ്പത്തിക ദാരിദ്ര്യത്തിന്റെ ഒരു മാറാല കെട്ടിയിട്ട് അടയ്ക്കപ്പെടേണ്ടതല്ലെന്നും അത് കൃത്യമായി അത് ചെയ്തില്ലെങ്കിൽ ഉണ്ടാവുന്ന ഭവിഷ്യത്തിനെ കുറിച്ചിട്ടും ഈ വിഷയത്തിലൂടെയെങ്കിലും നമ്മുടെ അധികൃതർ പഠിക്കുമെന്ന് ഗോപികൃഷ്ണന് തോന്നുന്നുണ്ടോ? നാളെ ഇതൊക്കെ വീണ്ടും ആവർത്തിക്കും നമ്മുടെ നാട്ടിൽ. എന്നോട് ചോദിക്കുകയാണ്, താങ്കൾ വിചാരിക്കുന്നുണ്ടോ ഇനി കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിലെ ലിഫ്റ്റുകളൊക്കെ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. കാരണം യഥാർത്ഥത്തിൽ ഇതിൽ വീഴ്ച പറ്റിയിട്ടുള്ള വ്യക്തി ഇതിൽ ശിക്ഷിക്കപ്പെടാൻ പോകുന്നില്ല. 3 പേരെ ബലിയാടാക്കിയിട്ട് ഒരു സസ്പെൻഷൻ നോട്ടീസ് കൊടുത്തു. നമുക്കറിയാം, കേരള പോലീസിലായാലും സംസ്ഥാന സർക്കാരിന്റെ ഏത് വകുപ്പിലായാലും ഒരു സസ്പെൻഷൻ എന്ന് പറയുന്നത് കേവലം ഇത്ര കാലമേ നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ തൊഴിലിലേക്ക് തിരിച്ചെടുക്കണം, ഇനി അവർ തന്നെയാണ് കുറ്റവാളിയെങ്കിൽ. പക്ഷെ ഇന്ന് എനിക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് കിട്ടിയ വിവരത്തിൽ ആ 3 പേരും ഈ കാര്യത്തിൽ അങ്ങേയറ്റം അവരവരുടെ വാക്കാൽ അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചിട്ടുണ്ട്. ഈ ലിഫ്റ്റ് ഇനി സർവീസ് ചെയ്യാതെ, ഇതിന്റെ മെയിൻ്റനൻസ് നടത്താതെ ഈ ലിഫ്റ്റ് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല. ശ്രീ ഹരിദാസ്, ഞാൻ ഈ വിഷയത്തെ ഇപ്പൊ ഈ നടന്ന സംഭവത്തെ ഞാൻ 2 ഭാഗങ്ങളായി കാണട്ടെ. ഇപ്പൊ ഒന്ന്, താങ്കൾ പറഞ്ഞതുപോലെ ഇതിന്റെ ശരിയായ രീതിയിലുള്ള മെയിൻ്റനൻസ്, അറ്റകുറ്റപ്പണികൾ നടത്തുന്ന കാര്യത്തിൽ ഉണ്ടായിട്ടുള്ള പാകപ്പിഴ, അതായത് താങ്കൾ പറഞ്ഞതുപോലെ അത് ശരിയാണെങ്കിൽ മെയിൻ്റനൻസിന് വേണ്ടിയുള്ള തുക കൈമാറിയിട്ടില്ല, അങ്ങനെ അത് നടന്നില്ല. ഇനി നമുക്ക് ഈ ആളുടെ ഭാഗത്ത് നിന്ന് ആലോചിക്കാം. ഈ രവീന്ദ്രൻ നായർ എന്ന് പറയുന്ന ആള്, അദ്ദേഹം രോഗിയാണ്. ഈ ലിഫ്റ്റിനകത്ത് കുടുങ്ങിയിട്ട് 48 മണിക്കൂർ ഒരു കുഞ്ഞു പോലും അറിഞ്ഞില്ല എന്ന് പറയുന്നത് മെഡിക്കൽ കോളേജ് പോലെ ഒരു സ്ഥലത്ത് അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഞെട്ടിക്കുന്നതാണ്. ദുരൂഹത, അങ്ങേയറ്റം ദുരൂഹത. 24 മണിക്കൂറും ആൾ സഞ്ചാരമുള്ള ഒരു സ്ഥലമാണ് മെഡിക്കൽ കോളേജ്, അല്ലാണ്ട് 23 മണിക്കൂർ എന്ന് പറഞ്ഞാൽ പറ്റില്ല. 24 മണിക്കൂറും ആൾ സഞ്ചാരമുള്ള ഒരു സ്ഥലത്ത് ഇത്തരത്തിലൊരു ലിഫ്റ്റിൽ ഒരു വ്യക്തി കുടുങ്ങിക്കിടന്നിട്ട് ഒരു വ്യക്തി ആരും അറിഞ്ഞില്ല എന്നുള്ള കാര്യത്തില് അങ്ങേയറ്റം നമ്മൾ പറയില്ലേ, ഒരു ഡെപ്ത് ഉള്ള അന്വേഷണം നടത്തിക്കൊണ്ട് ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരേണ്ടതാണ്. ഞാൻ ഒരു കാര്യം വിശ്വസിക്കുന്നു, കാരണം ബിനോയ് വിശ്വമൊക്കെ അദ്ദേഹത്തിന് ഇപ്പൊ ആശുപത്രിയിൽ വന്ന് സന്ദർശിച്ചിട്ട് അദ്ദേഹം CPIയുടെ പ്രവർത്തകനാണെന്ന് പറയുന്നു. ഒരുപക്ഷെ ആ രാഷ്ട്രീയ ചായ്വ് കൊണ്ട് ഇതിന്റെ അന്വേഷണം ഒരു പടി മുൻപോട്ട് പോകാം. പക്ഷെ ഇത് MK ഹരിദാസിനെയാണ് ഇത് സംഭവിച്ചിരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും സംഭവിക്കില്ല. ഞങ്ങൾ സസ്പെൻഡ് ചെയ്തു. ഇപ്പോ ജോയിയുടെ വിഷയത്തിൽ കോർപ്പറേഷൻ പറയുന്നത്, ഞാൻ വിഷയത്തിന് വ്യതിചലിക്കില്ലാട്ട, ഞങ്ങൾ 3 നോട്ടീസ് കൊടുത്തു. 3 നോട്ടീസും കിട്ടിയിട്ടുള്ള റിസീവ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള സീല് ഞങ്ങളുടെ കയ്യിലുണ്ട്, റെയിൽവേക്ക് കൊടുത്തിട്ടുള്ള. അതോടുകൂടി കോർപ്പറേഷന്റെ ഉത്തരവാദിത്തം കഴിഞ്ഞു. ഇങ്ങനെ ഓരോരുത്തരും ഇത്തരത്തിലുള്ള വലിയ ദുരന്തങ്ങളിൽ പരസ്പരം അവരവരുടെ ഭാഗത്ത് തെറ്റില്ലെന്ന് പറഞ്ഞ് കൈ കഴുകുന്നതോടെ ഈ പ്രശ്നത്തിലെ യഥാർത്ഥ കുറ്റവാളി, നമ്മൾ പറയില്ലേ, കൈ കോർത്ത് പിടിച്ചു കഴിഞ്ഞാൽ അതിന്റെ അടിയിൽ കൂടെ യഥാർത്ഥ കുറ്റവാളി ചോർന്നു പോകുന്ന ഒരു അവസ്ഥ നമ്മുടെ നാട്ടിലുണ്ട്. മാത്രവുമല്ല, ശക്തമായ ട്രേഡ് യൂണിയന്റെ തണലിലായിരിക്കും ഈ കുറ്റം, ഇത് യഥാർത്ഥത്തിൽ ഇതിൽ വീഴ്ച പറ്റിയിട്ടുള്ള വ്യക്തി ജോലി ചെയ്യുന്നത്. അതോടുകൂടി യൂണിയൻ ഇടപെടലായി നാളെ മെഡിക്കൽ കോളേജിലേക്ക് കയ്യും കാലും ഒടിഞ്ഞിട്ട്, നിങ്ങളുടെ 2 പേരുടെയും സംസാരത്തിൽ എനിക്ക് മനസ്സിലായത് ഓർത്തോന്റെ സമീപത്തുള്ള ഒരു ലിഫ്റ്റാണ്, കയ്യും കാലും ഒടിഞ്ഞു വരുമെന്ന് അവൻ അതിൽ കയറി കഴിഞ്ഞ് അതിൽ നിന്നും ഇറങ്ങാൻ കഴിയുമെന്നുള്ള ഒരു ഉറപ്പും. നമ്മളിപ്പോ ഈ വിരലിന് പകരം നാക്ക് ഓപ്പറേഷൻ ചെയ്തപ്പോൾ നമ്മൾ അന്ന് ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട്, മെഡിക്കൽ കോളേജിന്റെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറിയിട്ട് ഏത് രൂപത്തിലാണ് പുറത്തേക്ക് വരിക എന്നറിയില്ല. കാരണം കണ്ണാണോ കൈയാണോ കാലാണോ ഓപ്പറേഷൻ ചെയ്യുന്നതെന്ന് ഫയൽ നോക്കാൻ പോലുമുള്ള ഒരു ത്രാണിയുള്ള ഡോക്ടർമാർ പോലും നമ്മുടെ മെഡിക്കൽ കോളേജിൽ ഇല്ലാത്ത സാഹചര്യത്തില് എനിക്ക് ഗോപികൃഷ്ണൻ പറയാനുള്ളത്, അടിയന്തിരമായിട്ട് ആരോഗ്യ നമ്പർ 1 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നമ്മൾ പറയുന്ന കൊട്ടിഘോഷിക്കലല്ല വേണ്ടത്. അടിയന്തിരമായിട്ട് ആരോഗ്യ രംഗത്ത് ഒരു ചികിത്സ അത്യന്താപേക്ഷിതമായി മാത്രമല്ല ശ്രീ MK ഹരിദാസ്, താങ്കൾ പറഞ്ഞതുപോലെ ഈ ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കാൻ വേണ്ടി ഇറങ്ങി ജീവൻ നഷ്ടപ്പെട്ട മാരായമുട്ടം സ്വദേശി ജോയും, ഇവിടെ ഇപ്പോൾ ഈ ലിഫ്റ്റിൽ കുടുങ്ങിയ ഈ രവീന്ദ്രൻ നായരുമൊക്കെ യഥാർത്ഥത്തിൽ ഇതിന്റെ പിന്നിലുള്ള കാരണങ്ങൾ നോക്കിയാൽ ഒന്ന് തന്നെയാണ്. ആരായിരുന്നു ജോയ് എന്ന് ചോദിച്ചാൽ, ജോയിയെ സംബന്ധിച്ച് ജോയി റെയിൽവേയുടെ കരാർ ജീവനക്കാരനല്ല, കോർപ്പറേഷന്റെ കരാർ ജീവനക്കാരനല്ല. അയാൾ അന്നത്തെ ദിവസത്തെ കൂലിക്ക് വേണ്ടി പണിക്കിറങ്ങി ആ ഒഴുക്കിൽപ്പെട്ട് ജീവൻ നഷ്ടപ്പെട്ട ആളാണ്.
ഹരീന്ദ്രൻ നായരുടെ കാര്യത്തിൽ ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ, ക്ഷമിക്കണം, രവീന്ദ്രൻ നായരുടെ കാര്യത്തിൽ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം ഒരു പൊതുപ്രവർത്തകനും രാഷ്ട്രീയ ബന്ധമൊക്കെ ഉള്ളതുകൊണ്ട് നേതാക്കൾ വരികയും കാണുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നതിനപ്പുറം ഒരു സാധാരണക്കാരനായിരുന്നു ഈ പ്രശ്നം ഉണ്ടായതെങ്കിൽ ഒരാൾ പോലും ഉണ്ടാകില്ല തിരിഞ്ഞു നോക്കാൻ. ഒരാൾ തിരിഞ്ഞു നോക്കാൻ പോലും ഉണ്ടാകില്ല. ജോയി ഇറങ്ങിയിരിക്കുന്നത് നമ്മുടെ മലമൂത്ര വിസർജനാദികള് ആ തോട്ടിലേക്ക് ഒഴുക്കപ്പെടുകയും അത് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് വീണ്ടും ആ പ്രവൃത്തി ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേവലം 800 രൂപയോ 900 രൂപയോ ശമ്പളം കിട്ടിയിട്ട് തന്റെ കുടുംബത്തിലേക്ക് അരി വാങ്ങാൻ വേണ്ടിയിട്ടാണ് ആ പാവം അതിലേക്ക് ഇറങ്ങിയത്. അതിനെ സെക്യൂർഡായ ഒരു അവസ്ഥയിലേക്ക് അതിലിറക്കി തിരികെ കൊണ്ടുവരാനുള്ള പ്രാപ്തിയില്ലാത്ത നമ്മുടെ ഇവിടുത്തെ ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ മറ്റൊരു മിറർ ഇമേജ് ആണ് ഇപ്പൊ ഈ മെഡിക്കൽ കോളേജിൽ കാണാൻ കഴിയുന്നത്. ഒരു വ്യക്തി ലിഫ്റ്റിൽ കുടുങ്ങിയിട്ട് 2 രാത്രിയും പകലും അതിനുള്ളിൽ കിടന്ന് അങ്ങേയറ്റം ബുദ്ധിമുട്ടുന്നത് അറിയാൻ പോലുമുള്ള സംവിധാനം പുറത്തുള്ള നമ്മുടെ ഇത്രയും കോടി രൂപ ശമ്പളം കൊടുക്കുന്ന ഉദ്യോഗസ്ഥ വൃന്ദത്തിനും നമ്മുടെ സർക്കാർ ജീവനക്കാർക്കും നമ്മുടെ സൂപ്രണ്ടിനൊന്നും ഇല്ലാതെ പോയത്. ഇവിടെ ഈ ചർച്ചയിൽ പങ്കെടുത്ത മുൻ കൗൺസിലർ, അദ്ദേഹത്തിന് ഒരു പക്ഷേ രാഷ്ട്രീയം ഉണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം, പക്ഷെ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഇതിന്റെ ചൂണ്ടുപലകയും ഇതിന്റെ നമ്മുടെ ഈ വിരലും ചൂണ്ടപ്പെടേണ്ടത് സൂപ്രണ്ടിലേക്കാണ്. സൂപ്രണ്ട് കൃത്യമായ മറുപടി പറയണം. കാരണം എന്റെ അറിവിൽപ്പെട്ടിടത്തോളം ഈ ലിഫ്റ്റിന്റെ ദുരവസ്ഥയെ കുറിച്ചിട്ട് കഴിഞ്ഞ 15 ദിവസം മുമ്പ് സൂപ്രണ്ടിനെ ഇപ്പൊ നമുക്ക് പറയും ഇത്തരം ജീവനക്കാർക്കൊക്കെ എഴുതി കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടോ, എന്താണ് മെഡിക്കൽ കോളേജിൽ നടക്കുന്നതെന്നും നമുക്കറിയില്ല. ഇവർ പറഞ്ഞിട്ടുണ്ട് ഈ ലിഫ്റ്റ് സർവീസ് ചെയ്യപ്പെടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു, ഏത് സമയത്തും നിൽക്കുമെന്ന് പറഞ്ഞിട്ടും ഇതിനെതിരെ ഒന്നും ചെയ്യാതിരിക്കാനുള്ള അദ്ദേഹത്തിന്റെ കാരണം ഒരു പക്ഷേ ഗോപികൃഷ്ണൻ, അതും കൂടി നമ്മളിപ്പോ താങ്കൾ ഇതിന്റെ 2 വ്യൂ കണ്ടതുപോലെ തന്നെ നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ചു കഴിഞ്ഞാൽ പഞ്ഞി കൃത്യമായിട്ട് സപ്ലൈ ചെയ്യാൻ നമ്മുടെ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ആവുന്നില്ല. 576 കോടി രൂപയാണ് അവിടുത്തെ സപ്ലൈമാർക്ക് കൊടുക്കാനുള്ളത് എന്നുള്ള വിവരമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന് പറയാനുള്ള പരാധീനതകൾ എന്തായിരിക്കും? അപ്പൊ പിന്നെ അതിന്റെ മുകളിലേക്ക് എത്തുമ്പോ ഭരണസിരാ കേന്ദ്രത്തിൽ ചക്രവർത്തിക്ക് തുല്യമായിട്ട് ഒരു രാജാവും 20 നമ്മൾ പറയില്ലേ അദ്ദേഹത്തെ അനുഗമിക്കുന്ന മറ്റ് രാജാക്കന്മാരും വാഴുന്ന ഒരു ചക്രവർത്തിയും 20 രാജാക്കന്മാരും വാഴുന്ന ഭരണസിരാ കേന്ദ്രത്തിലെ ഒരു വ്യക്തി മരിക്കുകയും ഒരു വ്യക്തി 2 ദിവസം ലിഫ്റ്റിൽ കിടക്കുകയും ചെയ്യേണ്ടി വന്നത് നമ്മുടെ സാക്ഷര കേരളത്തിന്, നമ്മുടെ പ്രബുദ്ധ കേരളത്തിന് അങ്ങേയറ്റം അപമാനകരമായിട്ടുള്ള സംഭവമാണ്. ദൈവത്തിന്റെ നാട് എന്ന് ഈ സംസ്ഥാനത്തിന് പേരിട്ട വ്യക്തിയെ നേരിട്ട് കിട്ടിയാൽ ഞാൻ അയാളോട് അങ്ങേയറ്റം അസംബന്ധമായിട്ടുള്ള തെറി പറയാനുള്ള സാഹചര്യം വരെ നിലനിൽക്കുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നത്. കാരണം ഞാൻ സംസാരിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഈ 2 ദുരന്തവും ഉണ്ടായിട്ടുള്ളത് അധികൃതരുടെ അനാസ്ഥയാണ്. എന്തുകൊണ്ട് നമ്മുടെ ഈ ആമയിഴഞ്ചാൻ തോട് ഇങ്ങനെയായി എന്ന് പറയാനുള്ള ബാധ്യത കോർപ്പറേഷൻ ഉള്ളതുപോലെ തന്നെ ഈ ലിഫ്റ്റ് 2 ദിവസം ഇങ്ങനെ കുടുങ്ങിക്കിടക്കാനുള്ള സാധ്യത എന്തുകൊണ്ട് ഉണ്ടായി എന്ന് പറയേണ്ടത് ഇവിടുത്തെ ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ ഇന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട 3 ജീവനക്കാരല്ല, അതിന് മുകളിലുള്ളവരാണ്. ശ്രീ ശ്രീകുമാർ, ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ലിഫ്റ്റിൽ രോഗി കുടുങ്ങാനിടയായ സാഹചര്യത്തിൽ ഇപ്പോൾ 3 ജീവനക്കാർക്കെതിരെയാണ് നടപടിയെടുത്തിരിക്കുന്നത്. അവർ നേരിട്ട് ഈ സംഭവവുമായി ബന്ധപ്പെട്ടവരല്ല എന്ന് താങ്കൾ തന്നെ പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഈ 3 പേരുടെ സസ്പെൻഷനിൽ ഈ കാര്യങ്ങളൊക്കെ ഒതുക്കി തീർക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നാണോ? ഇതിന് മുകളിലേക്ക് ഇപ്പോൾ സൂപ്രണ്ടിലേക്കൊക്കെ അന്വേഷണം പോകുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടോ? അങ്ങനെ സംഭവിക്കുമെന്ന് കരുതുന്നുണ്ടോ? ഒരു കാരണവശാലും അങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ല. കാര്യം ഇതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം ഇവിടുത്തെ ആരോഗ്യ വകുപ്പ് എന്ന് പറയുന്നത് കുത്തഴിഞ്ഞ ഒരു സംവിധാനമാണ്. അത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജല്ല, മറ്റെല്ലാ ആശുപത്രികളിലും പരിശോധിച്ചാൽ അറിയാം. അവിടുത്തെ പ്രവർത്തനങ്ങളൊന്നും തന്നെ നിയന്ത്രണമില്ലാതെ തോന്നുംപടിയാണ്. നമ്മുടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തന്നെ ഒരു സൂപ്രണ്ട്, ഒരു ഡെപ്യൂട്ടി സൂപ്രണ്ട്, 2 പേര് മാത്രമാണ് ഈ ഭരണ ചുമതല നിർവഹിക്കുവാനുള്ളത്. 2 ഡെപ്യൂട്ടി സൂപ്രണ്ടുമാരെ ഒഴിവ് നികത്താതെ വർഷങ്ങളായി അങ്ങനെ കിടക്കുകയാണ്. അതുപോലെ തന്നെ RMO അദ്ദേഹം ഇവിടെ നിന്ന് ട്രാൻസ്ഫർ ആയി പോയിട്ട് ഒരു വർഷം കഴിഞ്ഞു. അപ്പോൾ ഈ ഭരണനിർവഹണം, ദൈനംദിന കാര്യങ്ങൾ നോക്കി നടത്തിക്കൊണ്ട് പോകാനുള്ള ചുമതലപ്പെട്ട പദവികൾ അവിടെ ഒഴിഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ ആരാണ് ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കേണ്ടത്? കാഷ്വാലിറ്റിയുടെ ചാർജുള്ള ഒരു ഡെപ്യൂട്ടി സൂപ്രണ്ട് ഉണ്ടായിരുന്നു, അദ്ദേഹം ഇപ്പോൾ നിലവിലില്ല, അത് ഒഴിഞ്ഞു കിടക്കുകയാണ്. അതുപോലെ ഡെപ്യൂട്ടി സൂപ്രണ്ട് ജനറൽ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ഒരു ഡെപ്യൂട്ടി സൂപ്രണ്ടുണ്ട്, ആ പോസ്റ്റും ഒഴിഞ്ഞു കിടക്കുകയാണ്. മറ്റെല്ലാ ആശുപത്രി കാര്യങ്ങളും പരിശോധിക്കുന്ന RMOയുടെ പോസ്റ്റും ഒഴിഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ അത്തരത്തിൽ ഈ ബന്ധപ്പെട്ട അധികാര സ്ഥാനത്തിരിക്കേണ്ട ആൾക്കാർ ആ സ്ഥാനങ്ങളിലില്ല.
പിന്നെ ഉള്ളത് ആകെ ഒരു സൂപ്രണ്ടും ഒരു ഡെപ്യൂട്ടി സൂപ്രണ്ട്. ആ ഡെപ്യൂട്ടി സൂപ്രണ്ട് എന്ന് പറയുന്നത് സൂപ്പർ സ്പെഷ്യാലിറ്റി ചുമതലയാണ്. അദ്ദേഹം അവിടെ മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ഇതൊരു കുത്തഴിഞ്ഞ സംവിധാനമാണ്. ഇവിടെ പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടത്ര ചികിത്സയോ മരുന്നുകളോ മറ്റ് സൗജന്യങ്ങളോ ഒന്നും ലഭിക്കാത്ത ഒരു സാഹചര്യമാണ് കഴിഞ്ഞ എത്രയോ നാളുകളായി നടന്നുകൊണ്ട്. എത്രയോ സമരങ്ങൾ നടന്നു, പക്ഷേ യാതൊരു പ്രയോജനവുമില്ല. നമ്മുടെ ആരോഗ്യമന്ത്രി എന്താണ് ചെയ്യുന്നത്? ഇവിടെ ആവശ്യത്തിന് ഡോക്ടർമാരില്ല. ഇവിടെ 100-200ഓളം ഡോക്ടർമാരുടെ ഒഴിവുള്ളപ്പോഴാണ് ഇവിടുത്തെ 100ഓളം ഡോക്ടർമാരെ മന്ത്രി തൻ്റെ ജില്ലയിലെ കോന്നി മെഡിക്കൽ കോളേജിലേക്ക് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തിരിക്കുകയാണ്, അല്ലെങ്കിൽ വർക്കിംഗ് അറേഞ്ച്മെൻ്റ് ആയിട്ട് അങ്ങോട്ട് മാറ്റുകയാണ്. അപ്പോൾ ജീവനക്കാരെ ഇവിടെ നിന്ന് മറ്റു പല മെഡിക്കൽ കോളേജുകളിൽ അതിൻ്റെ ദേശീയ കൗൺസിൽ അംഗീകാരം ലഭിക്കാൻ വേണ്ടി, അത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയൊക്കെ ഇവിടെ നിന്ന് ജീവനക്കാരെയും ഡോക്ടർമാരെയും മറ്റുള്ളവരും മാറ്റിക്കൊണ്ട് പോകുന്നതോടുകൂടി ഇവിടുത്തെ വിദ്യാർത്ഥികൾ, പ്രൊഫസർമാരുടെ പോസ്റ്റ് അങ്ങനെ മാറ്റിക്കൊണ്ടു പോകും. അപ്പോൾ വിദ്യാർത്ഥികളുടെ പഠനവും രോഗികളുടെ ചികിത്സയും ഇവിടെ മുടങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇത് മാത്രവുമല്ല, ലിഫ്റ്റിൻ്റെ കാര്യം ഇന്ന് ആദ്യത്തെ സംഭവമല്ല, മുമ്പ് പലതവണ ഇത് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അന്നൊക്കെ ഇത് ശ്രദ്ധയിൽപ്പെടുകയും 1 മണിക്കൂർ കൊണ്ടോ അല്ലെങ്കിൽ 2 മണിക്കൂർ കൊണ്ടോ ഇത് ലിഫ്റ്റ് നന്നാക്കിക്കൊണ്ട് ആൾക്കാരെ അത് രക്ഷപ്പെടുത്താൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ 10 വർഷം 2010 മുതൽ ഞാൻ 3 നിലകളിലും നടന്നു കയറി പോണ ആളാണ്. കാര്യം ഇത് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കും എന്നൊരു സാധ്യത എപ്പോഴും ഉണ്ട്. കാര്യം ഇവിടെ വർക്ക്ഷോപ്പുണ്ട്. വർക്ക്ഷോപ്പിൽ നിന്ന് ഒരു മനുഷ്യൻ പോലും ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കാൻ നിൽക്കത്തില്ല. രാവിലെ വരുന്നു, ഒപ്പിടുന്നു, അവർ പോകുന്നു. അവർ എത്ര മണിവരെ അവിടെ ജോലി ചെയ്യുന്നു എന്ന് പരിശോധിക്കാൻ ഒരു സംവിധാനമില്ല. പിന്നെ രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരം മെഡിക്കൽ കോളേജിൽ അമിതമായി കഴിഞ്ഞു. ഈ കുറച്ച് ഭരണപക്ഷത്തിൻ്റെ അനുകൂലമായി കുറേ ആൾക്കാരെ താൽക്കാലികമായോ അല്ലാതെയോ പലതരത്തിൽ അങ്ങ് നിയമിക്കുമ്പോൾ അവരാരും തന്നെ കൃത്യമായി ജോലിക്ക് വരാറില്ല. ഇപ്പോൾ 21 ലിഫ്റ്റുള്ള സ്ഥലത്ത് 18ഓളം ലിഫ്റ്റുകൾ നേരിട്ട് ആണ് പ്രവർത്തനം നടത്തുന്നത്. 2 ലിഫ്റ്റുകൾ സ്വകാര്യ ഏജൻസികൾ സ്റ്റാഫിനെ വെച്ചാണ് നടത്തുന്നത്. അത് എപ്പോഴും ആളുണ്ടാവും. അവിടെ എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ അവർ പരിശോധിച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ സർക്കാരിൻ്റെ നേരിട്ടുള്ള ജീവനക്കാർ പ്രവർത്തിക്കുന്ന സ്ഥലത്താണ് ഇത്തരത്തിൽ ആൾക്കാർ ജോലിക്ക് വരാത്തതും. ഹരിദാസ്, ഇനിയിപ്പോൾ ഇതിനകത്ത് നമുക്കിപ്പോൾ 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഇതിനൊരു പരിഹാരം ഉണ്ടാകണമെങ്കിൽ ഇതിലെ യഥാർത്ഥത്തിൽ വീഴ്ച എവിടെ സംഭവിച്ചിട്ടുണ്ട് അവിടെ നടപടി ഉണ്ടാകണം. രണ്ടാമത്തെ കാര്യം, ഇതുപോലെ ഇപ്പോൾ പൊതുജനം ഇതൊന്നും അറിയേണ്ട കാര്യമില്ലല്ലോ. ഞാൻ പറഞ്ഞത് ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾക്ക് അവരെ പഠിക്കേണ്ട കാര്യമില്ല. രോഗികളായി എത്തുന്ന പലയിടങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ രവീന്ദ്രൻ നായർക്കുണ്ടായ സംഭവത്തിൽ അദ്ദേഹത്തിന് സത്യം പറഞ്ഞാൽ ഒരു കോമ്പൻസേഷൻ കൊടുക്കേണ്ടതല്ലേ അദ്ദേഹത്തിന്? അല്ലേ, താങ്കളുടെ അഭിപ്രായം എന്താണ്? എന്താ ഇത്ര സംശയമുള്ളത്? അദ്ദേഹത്തിന് കോമ്പൻസേഷൻ കൊടുക്കണം, അദ്ദേഹത്തിന് നല്ല ചികിത്സ കൊടുക്കണം. അദ്ദേഹം ഞാൻ അറിഞ്ഞിടത്തോളം അദ്ദേഹം നിയമസഭ മറ്റേ ഇതിലത്തെ കെട്ടിടത്തിലത്തെ സെക്യൂരിറ്റി ജീവനക്കാരനാണെന്നാണ് പറയുന്നത്. എല്ലാവിധ ആനുകൂല്യങ്ങളോട് കൂടിയിട്ടുള്ള അവധി അദ്ദേഹത്തിന് കൊടുക്കണം. അദ്ദേഹത്തെ ട്രീറ്റ്മെന്റ് മുഴുവൻ നടത്തിയിട്ട് അദ്ദേഹത്തിന് നമ്മള് ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാത്ത ഏതോ രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു വ്യക്തിക്ക് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 25 ലക്ഷം രൂപ കൊടുത്തിട്ടുള്ള ഒരു പാരമ്പര്യം നിലനിൽക്കുന്ന സംസ്ഥാനത്ത് ഇത്രയും വലിയൊരു അനാസ്ഥയുടെ പേരില് ഒരു ലിഫ്റ്റില് 2 രാത്രിയും 1 പകലും കുടുങ്ങിയ വ്യക്തിക്ക് കൊടുക്കണമോ എന്നുള്ള ചോദ്യം എന്താ? കൊടുത്തിരിക്കണം. അത് കിട്ടുമായിരിക്കണം ഗോപികൃഷ്ണൻ, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പിന്തുണയുടെ പേരിലൊക്കെ അത് കിട്ടുമായിരിക്കാം. പക്ഷെ അവിടെയാണ് നമ്മൾ കൂട്ടി വായിക്കേണ്ടത്. ഇപ്പൊ ഒരു സാധാരണക്കാരനാണെങ്കിൽ ഒരു വെള്ള പേപ്പറിൽ എഴുതിയ ഒരു പരാതി നമ്മൾ ആ സൂപ്രണ്ടിന്റെ മേശപ്പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അത് ഏതെങ്കിലും ഒരു ഫയലിന്റെ ഉള്ളിൽ പൊടി പിടിച്ച് കിടക്കുക എന്നുള്ളതിന് അതിനപ്പുറം ഒന്നും ഉണ്ടാവില്ല. പിന്നീട് അത് മനുഷ്യാവകാശ കമ്മീഷനിലും അല്ലെങ്കിൽ പിന്നീട് എന്ത് ചെയ്താൽ കോടതി കയറിയിട്ട് 8-10 കൊല്ലത്തിന് ശേഷം അതിനൊരു വിധി വന്ന് അത് പൈസ വാങ്ങിയെടുക്കാൻ വേണ്ടി പിന്നെ വിധി നടപ്പാക്കാൻ വേണ്ടി അടുത്ത കേസ് കൊടുക്കണം. അപ്പൊ സാധാരണക്കാരന്റെ നമ്മുടെ കേരളത്തിലത്തെ അവസ്ഥ കേരളം എന്ന് പറയുന്നത് ഞാൻ കേരളത്തിൽ സംസാരിക്കുന്നത് കൊണ്ടാണ്. ഒരുപക്ഷെ മറ്റ് സംസ്ഥാനങ്ങളിലും അങ്ങനെയാണെങ്കിൽ എന്നോട് കേൾക്കുന്നവർ ക്ഷമിക്കുക. കേരളത്തിലത്തെ സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേയറ്റം പരിതാപകരമായ അവസ്ഥയാണെന്ന് തിരുവനന്തപുരത്ത് നമ്മുടെ ഭരണസിരാ കേന്ദ്രത്തിന്റെ മൂക്കിന് താഴെ നടന്ന 2 സംഭവങ്ങളിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനിയെങ്കിലും അധികൃതർ ഉണർന്ന് പ്രവർത്തിക്കുക. ഈ സംസ്ഥാനവും ഈ സെറ്റപ്പും ഈ നമ്മുടെ വ്യവസ്ഥിതിയൊക്കെ നിലനിൽക്കുന്നത് ഞങ്ങളുടെയൊക്കെ കുത്തിന് പിടിച്ചു വാങ്ങുന്ന നികുതി പണം കൊണ്ടാണ്. ഈ പാവങ്ങളുടെ നികുതി പണം കൊണ്ടാണ് ഞങ്ങൾ ശീതീകരിച്ച ബംഗ്ലാവിലിരുന്ന് ഉണ്ണുകയും ശീതീകരിച്ച ബംഗ്ലാവിലിരുന്ന് ഉറങ്ങുകയും ശീതീകരിച്ച കാറിൽ യാത്ര ചെയ്യുകയും ചെയ്യുന്നത്. നമ്മുടെ ഭരണകർത്താക്കളും പ്രത്യേകിച്ച് 21 മന്ത്രിമാരൊക്കെ ഒന്ന് ഓർക്കുക. അതിനനുസരിച്ചിട്ട് പ്രാഥമികമായിട്ട് മെഡിക്കൽ കോളേജുകൾ, കാരണം ആതുരശാലകൾ ഈ വിധമായാൽ സാധുജനങ്ങൾക്ക് എന്തു കഴിയുന്ന എനിക്ക് 8 വയസ്സുള്ളപ്പോ ഒരു പാട്ട് പാടിയിട്ട് ഞാൻ സ്റ്റേജിൽ ഒരു പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ ചർച്ച നടക്കുമ്പോൾ എന്റെ മനസ്സിൽ ഓടി വന്നത് ആ വരികളാണ്. ആതുരശാലകളുടെ ഗതി ഇതാണെങ്കിൽ സാധുജനങ്ങൾക്ക് വേറെ എന്താണ് വഴിയുള്ളത്? അവന് പോവാം. 7-8 ലിഫ്റ്റ് ഓപ്പറേറ്റർമാരെ വെച്ചിട്ടുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് അവന് പൈസ ഉണ്ടെങ്കിൽ പോവാം. അതിന് സാധിക്കാത്തത് കൊണ്ടാണല്ലോ മെഡിക്കൽ കോളേജിൽ ക്യൂ നിന്ന്
ഡോക്ടർമാർ പറയുന്ന സമയം വരെ കാത്തു നിന്ന് OP ടിക്കറ്റ് എടുത്തിട്ടൊക്കെ അവൻ ഈ സാഹസം ചെയ്യുന്നത് കുറച്ചും കൂടി നമ്മൾ പറയില്ലേ സിമ്പതി, മെഴ്സി ഇവിടുത്തെ സാധാരണക്കാരോട് കാണിക്കാൻ അധികൃതർ തയ്യാറാവേണ്ട സമയം അതിക്രമിച്ചു എന്ന് ഒരുപാട് സംഭവങ്ങൾ നമ്മൾക്ക് ചൂണ്ടുപലയാകുമ്പോൾ അത് കണ്ടിൽ നിന്നടിക്കുന്ന നമ്മുടെ അധികൃതരുടെ ഈ നിസ്സംഗാവസ്ഥ നാളെ വലിയൊരു ചോദ്യചിഹ്നമാകാൻ പോവുകയാണ് ഗോപികൃഷ്ണൻ. ശരി, ഏതായാലും രവീന്ദ്രൻ നായർക്ക് മതിയായ രീതിയിലുള്ള കോമ്പൻസേഷൻ അദ്ദേഹത്തിന് നൽകും, നഷ്ടപരിഹാരം നൽകും എന്ന് കരുതാം. ഇതുപോലെയുള്ള സംഭവങ്ങളിൽ കുറ്റക്കാർക്കെതിരായ നടപടി ഉണ്ടാകേണ്ടതാണ്. അവർക്കെതിരെ മാതൃകാപരമായ നടപടി ഉണ്ടാകണം. ഇത്തരം സംഭവങ്ങൾ മേലിൽ ആവർത്തിക്കില്ല എന്ന് പൊതുജനങ്ങൾക്ക് മുന്നിൽ സാക്ഷ്യപ്പെടുത്തേണ്ടുന്ന ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്. ഈ ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ ശ്രീകുമാർ, അതോടൊപ്പം തന്നെ പ്രോപ്പർ ചാനലിലെ ശ്രീ MK ഹരിദാസ് എന്നിവർക്ക് പ്രത്യേകം നന്ദി.